നിരതെറ്റിയ പല്ലുകൾ എന്ന് പറയുന്ന കൗമാരക്കാരെ മാത്രമല്ല, തുടർന്ന് അങ്ങോട്ട് അവർക്ക് ശരിയായ ഭക്ഷണം ചവച്ചരക്കുന്ന നിരയുള്ള പല്ലുകൾ ആവശ്യമാണ്. നിരതെറ്റിയ പല്ലുകൾ വരും മുഖത്തിൻ്റെ വൈരൂപ്യം മാത്രമല്ല, മറ്റു പല പ്രശ്നങ്ങൾ, വായുടെ ആരോഗ്യത്തിൻ്റെ പൊതുവായ ഘടനയ്ക്കൊക്കെ തന്നെ അത് മുതിർന്നവരാകുമ്പോഴും പ്രയാസം നേരിടാൻ സാഹചര്യമുണ്ട്. പാരമ്പര്യം ഒരു പ്രധാന ഘടകമാണ് പല്ലുകൾ നിലനിർത്തുന്നത്. പാരമ്പര്യമായിട്ട് നമുക്ക് നമ്മുടെ സമൂഹത്തിനിടയിൽ തന്നെ നോക്കിയ ഒരു പാരമ്പര്യം ആ രീതിയിൽ തന്നെ പല്ലുകൾ നിലതെറ്റി വരാറുണ്ട്. പക്ഷേ അത് ഒഴിച്ചു നിർത്തിയാൽ കുട്ടികൾ പലപ്പോഴും നഖം കടിക്കുക, വായിലൂടെയുള്ള ശ്വസനം, ഇതൊക്കെ തന്നെ പല്ലിറുമ്മൽ, അങ്ങനെ പല ഘടകങ്ങളും കുട്ടികളെ സംബന്ധിച്ചിട്ടുണ്ട്. നാക്ക് നമ്മളെ വിരലിൽ വെച്ച് കടിക്കുക, അങ്ങനെ നഖം കടിക്കുക, അങ്ങനെ പല ഹാബിറ്റ്സും ഈ പറയുന്ന പോലെ പല്ലുകൾ നിലതെറ്റാനുള്ള കാരണം. അതോടൊപ്പം പാൽപ്പല്ലുകൾ നേരത്തെ പൊഴിഞ്ഞു പോവുകയാണെങ്കിൽ പിന്നീട് വരുന്ന സ്ഥിരദന്തങ്ങൾ അവിടെ നിലതെറ്റി വരാനൊരു സാധ്യതയുണ്ട്. അത് പാൽപ്പല്ലുകളുടെ സംരക്ഷണവും നിലതെറ്റിയ പല്ലുകളുമായി വളരെ പ്രധാനപ്പെട്ട ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ നിലതെറ്റിയ പല്ലുകളെ പൂർവ്വസ്ഥിതിയിലാക്കുക എന്നത് നിർബന്ധമായി ചികിത്സിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതും ഒരു ദന്തരോഗം എന്ന് നമുക്ക് നേരിട്ട് രോഗാവസ്ഥ അല്ലെങ്കിലും അത് മറ്റു പല നമുക്ക് ഭക്ഷണം ചവച്ചരക്കുന്ന താടിയലുകളുടെ പ്രശ്നങ്ങൾക്കൊക്കെ അത് കാരണമാകും. അതോടൊപ്പം നമുക്കറിയാം സൗന്ദര്യത്തിൻ്റെയും പ്രധാന ഒരു ഘടകമാണ്, വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുഞ്ചിരി എന്ന് പറയുന്നത്. അപ്പോൾ അത് നിലതെറ്റിയ പല്ലുകൾ അവർക്ക് ജീവിതകാലം മുഴുവൻ ശരിയായി പുഞ്ചിരിക്കാനോ സംസാരിക്കുന്നതിനൊക്കെ തടസ്സമുണ്ടാവും.